ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന നിയമം ഏതാണെന്ന് അറിയാമോ? IPC സെക്ഷൻ 498A, അതായത് ഇപ്പോഴത്തെ BNS സെക്ഷൻ 85. സ്ത്രീധന പീഡനത്തിൽ നിന്നും ക്രൂരതയിൽ നിന്നും സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനായി കൊണ്ടുവന്ന നിയമമാണിത്. ഇത് പലപ്പോഴും വ്യക്തിപരവും സാമ്പത്തികവുമായ തർക്കങ്ങൾ തീർക്കാനായി ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് സ്ത്രീ സൗഹൃദ നിയമങ്ങൾ വളരെ അത്യാവശ്യം തന്നെയാണ്. അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുക തന്നെ വേണം. അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഓരോ സ്ത്രീയും മുമ്പോട്ട് വരിക തന്നെ വേണം. അവർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഈ നിയമം. പക്ഷെ പലപ്പോഴും ഈ നിയമങ്ങൾ ഒരു ആയുധമായി ചിലർ ഉപയോഗിക്കാറുണ്ട്. അതിനിരയായി ഒരുപാട് പേർ നിയമ നടപടികൾ നേരിട്ടിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ കേസുകൾ വർദ്ധിക്കുന്നത് എന്നതിന്റെ ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അത് പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട കേസുകളാണിത്. ഇത്തരം കേസുകളിൽ പലപ്പോഴും പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസുകൾ എടുക്കുകയും പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ ഒരുപാട് പേർ കുറ്റവിമുക്തരാവുകയും ചെയ്തിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക തർക്കങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ പക എന്നിവ തീർക്കുന്നതിനായി നിയമത്തെ പലപ്പോഴും ആയുധമാക്കുന്നതായി പല കേസുകളിലും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ പരാതി ലഭിച്ചാൽ ഉടനെ തന്നെ കേസെടുക്കേണ്ടതായുണ്ട്. വസ്തുതകളും മറ്റും പരിശോധിക്കാതെ നിയമ നടപടികൾ എടുക്കുന്നതിനാൽ പലപ്പോഴും നിരപരാധികൾ ബാധിക്കപ്പെടാറുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനോടൊപ്പം അത് മിസ്യൂസ് ചെയ്യുന്നത് തടയേണ്ടതും നീതിപീഠത്തിന്റെ ഉത്തരവാദിത്തമാണ്. സ്ത്രീ സൗഹൃദ നിയമങ്ങൾ അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള പരിചയമാണ്, ആരെയും ആക്രമിക്കാനുള്ള വാളല്ല.